Your ad was rejected or account is restricted. മെറ്റയിൽ ക്യാമ്പയിൻ ചെയ്യുന്ന പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ആഡ് റിജക്ഷൻസ് എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ടാവും? രണ്ട് രീതിയിലാണ് ആഡ് റിജക്ഷൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നത്. ഒന്ന്, എഡിറ്റ് ആൻഡ് റീസബ്മിറ്റഡ് ആഡ്. അതായത് നിങ്ങൾ നിലവിൽ കൊടുത്തിട്ടുള്ള ആഡ് ക്രിയേറ്റീവ് ചേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആഡ് റിജക്ഷൻ ഒഴിവാക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്നുള്ളത് റിക്വസ്റ്റ് റിവ്യൂ ആണ്. നിങ്ങളുടെ ക്യാമ്പയിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെവലിലുള്ള ഓപ്ഷനിൽ നിന്നും റിക്വസ്റ്റ് റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആഡ് റിജക്ഷൻസ് ഒഴിവാക്കാവുന്നതാണ്. കോമൺ ആയിട്ട് ഈ കാണുന്ന 5 റീസൺസ് കൊണ്ടാണ് നിങ്ങളുടെ ആഡ് റിജക്റ്റ് ആവാറുള്ളത്. ഇനി ഇതല്ലാതെ അഡ്വർടൈസിംഗ് റെസ്ട്രിക്ഷൻസുകളോ അതല്ലെങ്കിൽ അക്കൗണ്ട് റെസ്ട്രിക്ഷൻസുകളോ ബിസിനസ് അസറ്റുകളായിട്ടുള്ള പേജ്, ആഡ് അക്കൗണ്ട്, പിക്സലുകൾ തുടങ്ങിയുള്ള റെസ്ട്രിക്ഷൻസുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബിസിനസ് സപ്പോർട്ട് ഫോം മുഖേനയാണ് നമ്മൾ സോൾവ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഈ കാണുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ ബിസിനസ് അസറ്റുകൾ റെസ്ട്രിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നുണ്ടാവും. അവിടെ ഏത് ബിസിനസ് അക്കൗണ്ട് ആണോ നിങ്ങൾക്ക് റിവ്യൂ കൊടുത്ത് റിമൂവ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് റിമൂവ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കാണുന്ന റിക്വസ്റ്റ് റിവ്യൂ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. ചില അക്കൗണ്ടുകൾ റിക്വസ്റ്റ് റിവ്യൂ ഓപ്ഷൻസുകൾ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷൻസുകളുണ്ട്. അത് മാക്സിമം ലിമിറ്റ് റീച്ച് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ താഴെയുള്ള ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മെറ്റയുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ആഡ് റെസ്ട്രിക്ഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവുക. ഇത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെറ്റയുടെ തന്നെ ഡോക്യുമെന്റും മെറ്റയുടെ ഹെൽപ്പ് ഡെസ്കിന്റെ ലിങ്കും അവൈലബിൾ ആണ്. മെറ്റ പോളിസി എന്നുള്ളത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ സെൻഡ് ഇറ്റ് യുവർ DM.